ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ഹാപ്പി ന്യൂ ഇയർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു റെസിപ്പി അല്ല, രണ്ട് റെസിപ്പി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് നമ്മളെ ഉള്ളിവടയും പിന്നെ നമ്മളെ കരിക്ക് ഷേക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകണമെങ്കിൽ ഞങ്ങൾ ചാനൽ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ഇല്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉള്ളിവടയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഉള്ളിവട തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മളിവിടെ 4 സവാള ചെറുതായി അരിഞ്ഞെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ഉള്ളിവടയ്ക്ക് ഭാഗമായിട്ട്. അപ്പോൾ നമ്മളിത് ഈ സ്ലൈസറിൽ ഇട്ടിട്ടാണ് അരിഞ്ഞത്. അപ്പോൾ ഇതേമാതിരി നൈസായിട്ട് നമ്മൾ ഉള്ളിയെല്ലാം നൈസായിട്ട് നമുക്ക് കിട്ടും. ഉള്ളി നന്നായി നൈസായിട്ട് തന്നെ അരിയണം. അപ്പൊ നമ്മൾ ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാല് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ കുഴച്ച് നന്നായിട്ട് 2-3 മിനിറ്റ് ഇങ്ങനെ കുഴച്ച് വെക്കാം. ഇപ്പൊ എല്ലാ സ്ഥലത്തും നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. നമ്മളിവിടെ 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു 1 ടീസ്പൂണിന്റെ അടുത്ത് ഉപ്പിട്ടിട്ടുണ്ട്. നമ്മൾ 1-2 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ കുഴച്ച് കൊടുത്താല് ഈ ഉള്ളിയിൽ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം നമ്മൾ 2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കാം. അപ്പൊ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അതാണ് ഉള്ളിൽ തന്നെ അത്യാവശ്യം നന്നായി വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഓരോ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 2 പച്ചമുളകാണ്, ഇത് വട്ടത്തിൽ മുറിച്ചെടുത്തതാണ്, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ മുറിച്ചെടുത്തത്, ഒരു 2 തണ്ട് കറിവേപ്പില ചെറുതായി മുറിച്ചതാണ്, ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് വേണ്ട, 4 ടേബിൾ സ്പൂൺ മതി. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവാണ്. ഇനി നമ്മളൊരു ക്രിസ്പിനെസിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലൊട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ഇത് തന്നെ ധാരാളമാണ്. നമുക്ക് മാവെല്ലാം ജസ്റ്റ് ഒന്ന് കോട്ടായാൽ മതി. നമുക്ക് വല്ലാണ്ട് മാവിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മളിതിൽ ഉള്ളിന്റെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കുക. അപ്പൊ നമ്മൾ ഉള്ളിയെല്ലാം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളതിൽ മാവെല്ലാം ചേർത്തിട്ട് നമ്മൾ ഉള്ളിയൊക്കെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് പാകമാണ് നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഉപ്പൊക്കെ കുറഞ്ഞു പോയാല് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഉപ്പൊക്കെ പാകമാണ് നോക്കിയിട്ട് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മളെ മാവ് ഏകദേശം ഈ ഒരു പാകത്തിലാണ് ആവേണ്ടത്. ഉരുട്ടാൻ നമുക്ക് ഉരുട്ടി ഷേപ്പാക്കാൻ പാകത്തിന്റെ ഈ ഒരു പാകത്തിനാണ് നമ്മളെ മാവ് ആവേണ്ടത്. ഉപ്പെല്ലാം ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് നമ്മളെ ഉള്ളിവട ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിനൊപ്പം നമ്മൾ കുറച്ച് ഓയിലും കൂടി വെച്ചിട്ടുണ്ട്. ഓയിലല്ല, വെളിച്ചെണ്ണയാണ് വെച്ചത്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിലോ ഇഷ്ടമുള്ള ഏതെങ്കിലും എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം നമ്മൾ ഉള്ളിവട തയ്യാറാക്കാനായിട്ട്. അപ്പൊ നമ്മൾ എണ്ണ ചൂടായെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ച നമ്മളെ മാവ് ഉള്ളിന്റെ മിക്സ്ചർ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അത് ഇട്ടിട്ട് അപ്പം തന്നെ പൊങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണ ചൂടായി എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് അറിയുന്ന ഷേപ്പിൽ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. നമ്മളെ മാവ് നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന ഷേപ്പ് വല്ലാണ്ട് കട്ടിയാവാൻ പാടില്ല. കട്ടിയായി കഴിഞ്ഞാൽ ഉള്ളിലധികം വേവാൻ സാധ്യതയല്ല. അപ്പോൾ നമ്മൾ കട്ടി കുറച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കട്ടി കുറച്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം നമ്മൾ. അപ്പൊ നമ്മൾ ഉള്ളിവട 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉള്ളിവട ഇനി നമുക്ക് കോരി മാറ്റാം. അപ്പൊ നമ്മളിത് അവസാനത്തെ ബാച്ച് ഉള്ളിവടയും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ അവസാനത്തെ ബാച്ച് ഉള്ളിവട ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഉള്ളിവട ഉണ്ടാക്കുന്നത്. നമ്മൾ ഉള്ളിവട ഇട്ടതിന് ശേഷം 2-3 മിനിറ്റ് മതി നമ്മൾ ഉള്ളിവട വേവിച്ചെടുക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഉള്ളിവട എല്ലാം വെന്ത് വരും. ആ സമയം കൊണ്ട് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചാൽ നമുക്ക് നല്ല ഗോൾഡൻ കളറായി വരും നമ്മൾ ഉള്ളിവട. ഇനി നമുക്ക് ഗോൾഡൻ കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. പിന്നെ നമ്മൾ ഈ റെസിപ്പി പറഞ്ഞത് നമ്മളെ ചായക്കടയിലെ ഗഫൂർക്കയാണ്. നമ്മളെ അടുത്തുള്ള ഒരു ചായക്കടയിലെ ഗഫൂർക്കയാണ് നമുക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഉള്ളിവട അല്ലേ നമ്മൾ 2-3 പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിടുകാണ്ടില്ല. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാണ് വരുന്നത്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ മതിയൊന്നുമില്ലേ. ഇത് നമ്മൾ ഉള്ളിവട നല്ലൊരു ക്രിസ്പായിട്ടാണ് നമ്മൾ ഉള്ളിവട കിട്ടുന്നത്.
ഇനി നമുക്കിത് കോരി മാറ്റുകയാണ്. ഈ ഒരു കളർ മതി. ഇനി നമുക്ക് കോരി മാറ്റാം. അപ്പൊ നമ്മൾ ഉള്ളിവട തവ റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്ക് ചായക്കടയിൽ കിട്ടുന്നതിനെക്കാട്ടിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. നല്ല ടേസ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് വേറെ ഒരു റെസിപ്പിയും കൂടി ട്രൈ ചെയ്ത് നോക്കാനുണ്ട്. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് ഇളനീർ ഷേക്കാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇളനീർ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഒരു ഇളനീരിന്റെ കാമ്പാണ് എടുത്തത്. ആ ഇളനീരിന്റെ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും പിന്നെ നമുക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ഇളനീരിന്റെ ഷേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മളിവിടെ മിക്സിന്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് നമ്മളെ ഇളനീരിന്റെ കാമ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഇളനീരിന്റെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ 1/2 ലിറ്റർ പാലാണ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് മാത്രം ചേർത്തതിന് ശേഷം നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ആദ്യം തന്നെ. അപ്പൊ നമ്മൾ ഇളനീര് മാത്രം വെച്ചിട്ട് നമ്മളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ നല്ല കട്ടപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഫ്രീസറിലൊക്കെ വെച്ചിട്ട് നല്ല കട്ടയാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതാണ് അതിന്റെ ടേസ്റ്റ്. അപ്പൊ എല്ലാവരും നല്ല കട്ടപ്പാല് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഇതാണ്ടില്ലേ നമ്മളെ പാലൊക്കെ കണ്ടില്ലേ നല്ല ഐസും കട്ടയായി മാറിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും നല്ല കട്ട പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ്ടില്ലേ നല്ല അടിപൊളി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മളെ ഇളനീരിലേക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ അടിപൊളി ഇളനീർ ഷേക്ക് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മേലേക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മളിത് ഐസ്ക്രീമും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മേലെ കൂടെ കുറച്ച് ബൂസ്റ്റും കൂടി വിതറി കൊടുക്കാം. അപ്പോഴാണ് നമ്മളെ പെർഫെക്ഷൻ കിട്ടുക. അപ്പൊ നമ്മൾ അടിപൊളി ഇളനീർ ഷേക്ക് ഇത് അവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ല അടിപൊളിയല്ലേ? കാണുമ്പോ തന്നെ കഴിക്കാൻ മതിയാവും. അത്രയ്ക്കും ലുക്കാണ്. നല്ലൊരു ടേസ്റ്റ് തന്നെയാവും ഇത് കുടിക്കുമ്പോ. അപ്പൊ നമ്മൾ ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ടുള്ള ഉള്ളിവടയും നമ്മളെ ഇളനീർ ഷേക്കും ഇതാ അവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി തന്നെയാണ്. ഉള്ളിവട നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവടയാണ്. നമ്മളെ ഷേക്കാണെങ്കിൽ നല്ല തിക്കുള്ള ഷേക്കാണ്. എല്ലാം കൂടി നല്ല അടിപൊളി തന്നെയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ അഭിപ്രായ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റായി ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി അടിച്ചാൽ ഞങ്ങൾ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ.